മണ്ണിന്റെ അടിയിൽ പുതഞ്ഞുപോയ ഒരു മനുഷ്യദേഹത്തെ തേടിയുള്ള ഒരു രാജ്യത്തിന്റെ മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ 10 ദിവസങ്ങൾ മണിക്കൂർ കൊണ്ട് 1,00,000 കിലോമീറ്റർ താണ്ടുന്ന ഏറ്റവും വേഗതയുള്ള വാഹനത്തിലാവട്ടെ, നിന്റെ യാത്ര ചന്ദ്രനിലേക്കാവട്ടെ ചൊവ്വയിലേക്കാവട്ടെ എവിടേക്ക് വേണമെങ്കിലും മനുഷ്യ സഞ്ചരിച്ചുകൊള്ളൂ. പക്ഷേ ലാ തൗഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിന്റെ ഒരു വലിയ അദൃശ്യമായ ശക്തിയുടെ സാന്നിധ്യം കൊണ്ടല്ലാതെ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഒരു നിയന്ത്രണ ശക്തിയെ കൊണ്ടല്ലാതെ നിനക്കത് സാധ്യമാവുകയില്ല. അള്ളാഹു പറയാൻ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചോളൂ. ആ സഞ്ചാരങ്ങൾക്കൊക്കെ നിനക്ക് പാതയും ഒരുക്കി തന്ന ഒരാളുണ്ട്. ആ അള്ളാഹുവിനെ മറന്നിട്ടുള്ള നിന്റെ യാത്ര ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. കാരണം നീ നിസ്സഹായനാണ്. ആകാശം നിന്റെ കയ്യിലല്ല, ഭൂമി നിന്റെ കയ്യിലല്ല. ആകാശ ഭൂമികളുടെ ഇടയിലുള്ള കാറ്റും കരയും കടലും ഒന്നും നിന്റെ കയ്യിലല്ല. എല്ലാത്തിനെയും ഉടമസ്ഥനായ ഒരാളുണ്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളിലുള്ള മുഴുവതിന്റെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണാധികാരവും അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ അള്ളാഹുവിനെ മറന്നിട്ടുള്ള നിന്റെ യാത്ര അത് അപകടമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഏത് യാത്ര, അത് കരയിലായാലും ശരി കടലിലായാലും ശരി, മനുഷ്യ നീ ബലഹീനനാണ്. ബഹിരാകാശ ലോകത്തേക്ക് പറഞ്ഞുവിട്ട സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കാനുള്ള മാർഗം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഗവേഷണത്തിലാണ്. 10 ദിവസമായി മണ്ണിന്റെ അടിയിൽ പുതഞ്ഞുപോയ ഒരു മനുഷ്യദേഹത്തെ തേടിയുള്ള ഒരു രാജ്യത്തിന്റെ മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ 10 ദിവസങ്ങളായി രാപ്പകലില്ലാതെ ഉറക്കമറച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തകർ ഒരു മനുഷ്യദേഹത്തെ തേടിയുള്ള ഒരു രാജ്യത്തിന്റെ മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ 10 ദിവസങ്ങളായി രാപ്പകലില്ലാതെ ഉറക്കമറച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തകർ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസുരക്ഷയുടെ സംവിധാനങ്ങളുള്ള ഇന്ത്യയുടെ വ്യോമ നാവിക കര സംവിധാനങ്ങൾ 3 സായുധ ശക്തിയുടെ വ്യോമസേന, കരസേന, നാവികസേന, ഈ 3 സേനയുടെ വിദഗ്ധരായ പ്രവർത്തകർ രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ കോരിച്ചൊരിയുന്ന മഴയെയും അതിശീഘ്രം ആഞ്ഞടിക്കുന്ന കാറ്റിനെയും പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥയും മറികടന്ന് അവരവരുടെ ജീവൻ പണയം വെച്ച് ഒരു മനുഷ്യ ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി അവർ രാപ്പകൽ കാത്തിരിക്കുമ്പോഴും സിഗ്നലുകൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ മണ്ണിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ലോറിയിൽ അതിന്റെ ഉള്ളിൽ കാത്തിരിക്കുന്ന അർജുനൻ എന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരം ജീവനോടെയുണ്ടോ, അതല്ല ജീവൻ വിട പറഞ്ഞിട്ടുണ്ടോ എന്ന് കരയിൽ നിന്ന് കയ്യാട്ടി വിളിച്ചാൽ എത്തുന്ന ദൂരത്ത് പോലും അവനവന്റെ കൂടപ്പിറപ്പിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാനോ ഒന്ന് അപഗ്രഥിക്കാനോ കഴിയാത്ത വിധം മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന്റെ എല്ലാ സൗകര്യങ്ങളും നിസ്സഹായമായി പോകുന്ന ഒരു സമയം. റഡാറുകൾ, ആധുനിക സംവിധാനങ്ങൾ, നാം ഇതേവരെ കേട്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം അതിന് മാതൃകയാണ്. ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ അള്ളാഹുവിന്റെ കാവലുണ്ടാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒരു മനുഷ്യനെ തേടി 10 മുങ്ങൽ വിദഗ്ധർ പോകുമ്പോൾ ആ 10 പേരുടെയും ജീവൻ പണയം വെച്ചിട്ടാണ്. അർജുനനെ കാത്തിരിക്കുന്ന ആ ഭാര്യയുടെ കണ്ണുനീർ, കാത്തിരിക്കുന്ന അച്ഛന്റെ കണ്ണുനീർ, കാത്തിരിക്കുന്ന മകന്റെ കണ്ണുനീർ, അത് തുടയ്ക്കാൻ വേണ്ടി 10 പേർ അർജുനനെ തേടി പോകുമ്പോ ആ 10 പേരുടെ കുടുംബവും ആശങ്കയിലാണ്. ജീവൻ പണയം വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലോട്ട് കടന്നു പോകുമ്പോഴും സഹജീവിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ തത്രപ്പാടിന്റെ ഇടയിലും ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും നിൽക്കുമ്പോഴും കരയുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ, ആർത്തലയ്ക്കുന്ന പേമാരിയോട് ചേർന്ന് നിന്ന് തിമിർത്തുല്ലസിക്കുന്ന പുഴയുടെ ഓളങ്ങളുടെ അടിയിൽ കിടക്കുന്ന ലോറിയുടെ ഉള്ളിൽ സഹജീവിയുടെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോ എന്ന് പറയാൻ കരയിൽ നിന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാ സായുധ സംവിധാനങ്ങളും നിസ്സഹായമാവുകയാണ്. നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ നിഷ്ഫലമാവുകയാണ്. ആർത്തനാദത്തോടെ അലറി വിളിക്കുന്നവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സംവിധാനത്തിന് എന്ത് വിലയാണുള്ളത്?
പ്രാർത്ഥനകളുമായി, കാത്തിരിപ്പുകളുമായി. യഥാർത്ഥത്തിൽ നമ്മൾ കോഴിക്കോടുള്ള ഏതോ ഒരു പട്ടണത്തിലെ ഏതോ ഒരു വീട്ടിലെ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു 10 ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു, അർജുന്റെ കാര്യം എന്തായി? മോള് ഉമ്മയോട് ചോദിക്കുന്നു, അർജുന്റെ കാര്യം എന്തായി? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മൾ നോക്കിയത്, ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം. എന്റെ കൂടപ്പറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പറപ്പായി മാറിയത്. എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. അമ്പലങ്ങളിൽ, ചർച്ചുകളിൽ, നമ്മുടെ വീടുകളിലെ നിസ്കാരപ്പായിൽ പോലും ആ ചെറുപ്പക്കാരനു വേണ്ടി കൈയൊത്ത് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട്. അർജുൻ എന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ 10 ദിവസം കൊണ്ട് ഇതിനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ എല്ലാ യാത്രകൾ കരയിലാവട്ടെ കടലിലാവട്ടെ എല്ലാവരും പ്രാർത്ഥനയിലാണ്. അള്ളാഹു പറയുകയാണ് ഹുവല്ലദീ. വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്, ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്. അള്ളാഹു പറയുകയാണ് ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക് വല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ. അള്ളാഹുവാണ് നിങ്ങളെ കടലിലും കരയിലും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സൗകര്യമൊരുക്കിയത്. നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്. അവനാണ് കരയിൽ നിങ്ങൾക്ക് സഞ്ചാരം തന്നത്, അവനാണ് കടലിൽ നിങ്ങളെ സഞ്ചരിപ്പിച്ചത്. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി. നിങ്ങളിങ്ങനെ തിരമാലകളാഞ്ഞടിക്കുന്ന, കരയിലേക്ക് തലതല്ലി വ്യഗ്രതയോടെ തിരിച്ചു പോകുന്ന തിരമാലകൾ തലതല്ലി തിരിച്ചു പോകുന്ന നടുക്കടലിൽ ഒരു കപ്പലിൽ നിങ്ങളിങ്ങനെ കര കാണാ കടലിന്റെ മധ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോ ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ സഹായത്തോടെ നിങ്ങളുടെ കപ്പലുകൾ ഇങ്ങനെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അതിർത്തികൾ ഭേദിച്ച് നിലവിളിച്ചാൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യമില്ലാത്ത കര കാണാ കടലിന്റെ നടുവിലെത്തിയപ്പോ ആ സമയത്താണ് ആഞ്ഞടിച്ച തിരമാലകൾ നിങ്ങളുടെ കപ്പലിനെ കീഴ്മേൽ മറിച്ചത്. ആരാരും വിളിച്ചാൽ സഹായം തരാത്ത നടുക്കടലിൽ ആഞ്ഞടിച്ച തിരമാലകളിൽ നിങ്ങളുടെ കപ്പലങ്ങനെ തകിടം മറിഞ്ഞപ്പോ അല്ലാഹു പറയാണ് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. രക്ഷിക്കാനൊരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യതയില്ലാത്ത ലോകത്ത് ആ കടലിൽ കിടന്ന് ഉപ്പ് വെള്ളം കുടിച്ചു മരിക്കുമെന്നുറപ്പായപ്പോ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഏകനായ അള്ളാഹുവിനെ നിഷ്കളങ്കമായി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നത് നടുക്കടലിൽ കപ്പൽ മറിഞ്ഞ് മുങ്ങിച്ചാവുന്ന നേരത്ത് അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ച സമയം നിങ്ങൾ ഓർമ്മയുണ്ടോ? അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ അല്ലാഹുവേ, ആ തിരമാലകളുടെ ഇടയിൽ എൻ്റെ ഭാര്യ ഒഴുകിപ്പോകുന്നുണ്ട്, എൻ്റെ മക്കൾ ഒഴുകിപ്പോകുന്നുണ്ട്, എൻ്റെ കൂടെ യാത്ര ചെയ്തവർ മുങ്ങിപ്പോകുന്നുണ്ട്. അല്ലാഹുവേ ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, ഈ നടുക്കടലിൽ നിന്ന് മുങ്ങിച്ചാവാതെ നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, രക്ഷപ്പെട്ട് കരയിലെത്തിയാൽ ഞാൻ പിന്നെ നിന്നോട് നന്ദിയോടെ നിന്നെ അനുസരിച്ചൊരു തെറ്റ് ചെയ്യാതെ ജീവിച്ചോളാം റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിൻ്റെ ഖുർആൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രതിസന്ധി വന്ന നേരം, ഇത് ഖുർആൻ പറയുന്നത് കടലിൽ കപ്പൽ തകർന്ന അവസ്ഥയാണെങ്കിൽ, നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് 2 ദിവസത്തിലധികം ആയുസ്സില്ലെന്ന് പറഞ്ഞ നേരം, ക്യാൻസർ 3ാമത്തെ സ്റ്റേജാന്ന് പറഞ്ഞ നേരം, ട്യൂമർ തലയിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞ നേരം,
ഇനി ചികിത്സകൾ ഫലിക്കില്ലെന്ന് പറയുന്ന നേരം പ്രതീക്ഷയില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇനി ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ലെന്ന് ഭിഷഗ്വരന്മാര് അവര് കൈയൊഴിഞ്ഞ നേരം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടോ റബ്ബേ? കടബാധ്യതകൾ വന്ന് തലയിൽ വീണപ്പോ, ജീവിതത്തിൽ ആത്മഹത്യയുടെ മുമ്പിലെത്തി നിന്നപ്പോ നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടോ റബ്ബേ, ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ ഇനി ഞാൻ നന്നായി ജീവിച്ചോളാം എന്ന് പറഞ്ഞ നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹു പറയാണ്, അടുത്ത ആയത്ത് അള്ളാഹു പറയാണ്, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അവരുടെ കരഞ്ഞ് നിലവിളിച്ചുള്ള ദുആ കേട്ടിട്ട് അവരെ ഞാൻ രക്ഷപ്പെടുത്തിയപ്പോ ഇതാകും യുശ്രികൂൻ, രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം മനുഷ്യന്റെ തനി സ്വഭാവം മാറി, അവൻ ആരാധനയിൽ എന്നോട് പങ്കു ചേർക്കാൻ തുടങ്ങി. അവൻ പിന്നെ ഞാനുമായിട്ടൊരു ബന്ധവും സൂക്ഷിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രണ്ടാമതൊരാപത്ത് വരുമ്പോ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വൈദാ മസ്സൽ ഇൻസാന, മനുഷ്യനെങ്ങാനും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, വൈദാ മസ്സൽ ഇൻസാന അൽദുറു, ഏതെങ്കിലും ഒരു മനുഷ്യനൊരു കട്ടപ്പാടോ പ്രയാസം വരുമ്പോൾ, ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ, അവൻ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും 24 മണിക്കൂറും അവൻ എന്നോട് കരഞ്ഞു ദുആ ചെയ്യാറുണ്ട്. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവന്റെ ദുആ സ്വീകരിച്ചിട്ട് അവന്റെ പ്രയാസം ഞാൻ മാറ്റിക്കൊടുത്തപ്പോ, മറക അല്ലം യദുനാ ഇലാ ദുർരി മസ്സഹു, അവൻ പിന്നെ പോകുന്നത് കണ്ടാൽ അവനെ ഞാൻ പരീക്ഷിച്ചിട്ടുമില്ല, അവൻ എന്നോട് ദുആ ചെയ്തിട്ടുമില്ല, അവനൊരു പ്രയാസം വന്നിട്ടുമില്ല, അവൻ എന്നോട് ചോദിച്ചിട്ടുമില്ലാത്തതുപോലെ ഒരു ബന്ധവുമില്ലാതെ മനുഷ്യൻ നടന്നു പോകുന്നത് കാണാമെന്ന് വിശുദ്ധ ഖുർആൻ.